2020 ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇരു ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയും ന്യൂസിലാൻഡും ലോകകപ്പിൽ നേർക്കുനേർ വരുന്നു. ഉദ്ഘാടന മത്സരം ഒരുപാട് പ്രതീക്ഷകളുണ്ട്. രണ്ട് ടീമുകളുടെ സാധ്യതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ബ്രണ്ടൻ മക്കല്ലം ഇല്ലെങ്കിൽ പോലും 2020 അനുയോജ്യരായ ഒരുപാട് താരങ്ങൾ ന്യൂസിലൻഡ് നിരയിലുണ്ട്. അവരുടെ ബാറ്റിംഗ് നിരയിൽ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിവുള്ള 6-7 ബാറ്റ്സ്മാൻമാരുണ്ട്. വളരെ നന്നായി തന്നെ മത്സരം ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഓൾറൗണ്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ 2020 ലോകകപ്പിന് ഇറങ്ങുന്ന വളരെ ശക്തമായ പ്രഹരശേഷിയുള്ള ഫാസ്റ്റ് ബൗളിംഗ് നിരയിൽ ന്യൂസിലൻഡിൻ്റേതാണ്. പലപ്പോഴും അവരുടെ ചില താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽ ആയിരുന്നു, തിരികെ വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിവുള്ള ബോളർമാർ, അത് ഓസ്ട്രേലിയ പോലുള്ള ടീമിൻ്റെ ബാറ്റിംഗ് നിരയെ വിറപ്പിച്ചിട്ടുള്ള ബോളർമാർ അവരുടെ ടീമിലുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായൊരു മത്സരം തന്നെ ആദ്യ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇന്ത്യ ഒരു ലോകകപ്പിൻ്റെ സമീപകാലത്ത് 2020 പോലെ മൊമെൻറ്റം നിലനിർത്താൻ പ്രയാസമുള്ളൊരു ഫോർമാറ്റിൽ തുടർച്ചയായി ജയിച്ചു വരികയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായും മൊമെൻറ്റം ഇന്ത്യയുടെ കൈവശമുണ്ട്. മാത്രമല്ല സമീപകാലത്തെ 1-2 വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടൂർണമെൻറ്റുകളിലെയും എല്ലാ പരമ്പരയുടെയും ആദ്യ മത്സരത്തിൽ വളരെ നന്നായി കളിക്കുന്ന ഒരു പതിവാണ് രോഹിത് ശർമ്മയുടേതുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് ഒരു 50-50 രണ്ട് ടീമുകൾക്കും തുല്യ സാധ്യതയുള്ള ഒരു മത്സരമാണ് ആദ്യത്തേതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മത്സരം നടക്കുന്ന നാഗ്പൂരിലെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ വീണ 40 വിക്കറ്റിൽ 33 വിക്കറ്റും സ്വന്തമാക്കിയത് സ്പിന്നർമാരാണ്. സ്പിൻ ഒരു പ്രധാന ഘടകമാവുമെന്ന് ഈ ടൂർണമെൻറ്റ് യോഗ്യതാ റൗണ്ട് നടന്ന മത്സരങ്ങൾ നമുക്ക് മനസ്സിലായതാണ്. അശ്വിൻ പവർ പ്ലേ ഓവറിൽ ബൗൾ ചെയ്യാനെത്തുന്നു. പവർ പ്ലേയിൽ അശ്വിൻ്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാവുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നാഗ്പൂരിലെ പിച്ചും ഇന്ത്യൻ സ്പിന്നർമാരുടെ പ്രകടനവും ഈ മത്സരത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ വിമർശനം കേട്ട പിച്ചിന് സമാനമായ ഒരു പിച്ച് വീണ്ടും ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതൊരു 2020 ലോകകപ്പ് ആയതുകൊണ്ട് തന്നെ. അത് പറയുമ്പോൾ തന്നെയും ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, യോഗ്യതാ മത്സരങ്ങളിലെ സ്കോർ കൂടി നമ്മൾ കണ്ടതാണ്. മികച്ച ടീമുകളല്ല മത്സരിച്ചെങ്കിൽ പോലും 170 മുകളിലുള്ള സ്കോർ ആ വിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു ബാറ്റ്സ്മാന് പ്രതികൂലമാകുന്ന ഘടകങ്ങളൊന്നും ആ വിക്കറ്റിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞതുപോലെ സ്പിന്നറുടെ റോൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് നിലവിൽ ലോക ക്രിക്കറ്റിൽ ഈ ഒരു ഫോർമാറ്റിന് ഏറ്റവും നന്നായി പന്തെറിയാൻ കഴിയുന്ന അശ്വിൻ ഈ മത്സരത്തിലേറെ നിർണായകമായിരിക്കും. അശ്വിൻ്റെ 4 ഓവറുകളിൽ ന്യൂസിലൻഡ് എങ്ങനെ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും നിർണായകമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് അശ്വിനെ എങ്ങനെ ധോണി ഉപയോഗിക്കുന്നു എന്നുള്ളതും ഈ മത്സരത്തിൽ നിർണായകമാകും. അശ്വിനൊപ്പം തന്നെ രവീന്ദ്ര ജഡേജ, സുരേഷ് റൈന, യുവരാജ് സിംഗ് എന്നിവർക്കും ഈ മത്സരത്തിൽ നിർണായകമായൊരു പന്തുകൊണ്ട് നിർവഹിക്കാനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി സ്പിന്നർമാരുടെ അഭാവം അവരുടെ ടീമിലുണ്ട്. നദാൻ മക്കല്ലമാണ് അവരുടെ പ്രധാന ഓഫ് സ്പിന്നറായിട്ട് ടീമിലുള്ളത്. അന്തിമ 11 കളിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് നദാൻ മക്കല്ലമാണ്. മധ്യ ഓവറുകളിൽ റൺ നിയന്ത്രിക്കുക എന്നതായിരിക്കും നദാൻ മക്കല്ലത്തിൻ്റെ പ്രധാന ജോലി. എങ്ങനെയായിരിക്കും നദാൻ മക്കല്ലം മധ്യ ഓവറുകളിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ നിയന്ത്രിക്കാൻ പോകുന്നത്? നദാൻ മക്കല്ലം പന്ത് എടുക്കുന്ന സമയത്ത് എത്ര വിക്കറ്റുകൾ ഇന്ത്യൻ ടീമിലുണ്ട് ബാക്കിയുണ്ട് എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഓവറുകൾ നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ നദാൻ മക്കല്ലം പന്തെറിയാൻ വരുന്ന സമയത്ത് 1-2 വിക്കറ്റുകൾ മാത്രമേ വീണിട്ടുള്ളൂ. നമ്മുടെ 1-2 ബാറ്റ്സ്മാർ സെറ്റാണെങ്കിൽ ഒരുപക്ഷെ രോഹിത് ശർമ്മയെ പോലുള്ളൊരു ബാറ്റ്സ്മാൻ നദാൻ മക്കല്ലത്തിനെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂസിലൻഡിൻ്റെ ബൗളിംഗ് ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യ പതറുകയും ചില വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു റീബിൽഡിംഗ് ആ ഒരു ഫേസിലായിരിക്കും മക്കല്ലം പന്തെടുക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് സമയത്ത് അദ്ദേഹം പന്തെറിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഏറെ നിർണായകമായിരിക്കും. എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു പ്രഷർ റിലീസ് ചെയ്യാൻ പറ്റിയ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഒരു സമ്മർദ്ദത്തിലാണെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു ബൗളറാണ് നദാൻ മക്കല്ലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ന്യൂസിലൻഡ് എന്തായാലും ഇന്ത്യക്കെതിരെ സ്പിന്നറിലൂടെ മത്സരം ജയിക്കുമെന്ന് കരുതുക അസാധ്യമാണ്. ഒരുപക്ഷെ ഗെവിൻ ലാർസനും ക്രിസ് ഹാരിസും മറ്റും നിയന്ത്രിച്ചിരുന്ന 90-കൾക്ക് ശേഷം അത്തരത്തിൽ സ്പിന്നറെ വെച്ച് ഇന്ത്യയൊന്നും വീഴ്ത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറിച്ച് അവരുടെ ഫാസ്റ്റ് ബോളർമാർ തന്നെയായിരിക്കും മത്സരത്തിൽ നിർണായകമാകുക. ബ്രണ്ടൻ മക്കല്ലത്തെ പോലെ 2020 ക്രിക്കറ്റിൽ ഇത്രമാത്രം ശോഭിച്ചൊരു താരത്തിൻ്റെ അഭാവം ന്യൂസിലാൻഡ് ടീമിനെ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്? മക്കല്ലത്തിൻ്റെ അഭാവം നികത്താൻ പോകുന്ന താരങ്ങളായിരിക്കും?
GK നമുക്കറിയാം മക്കല്ലമായിരുന്നു. ഒരുപക്ഷെ ന്യൂസിലൻഡിനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനും പ്ലെയറും മക്കല്ലമായിരുന്നു. മാത്രമല്ല അദ്ദേഹം അല്പം നേരത്തെയാണ് വിരമിച്ചതെന്നൊരു തോന്നലും നമുക്കുണ്ട്. എങ്കിലും ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഇതിനു മുൻപ് 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 തവണ ഇന്ത്യ തോറ്റു. ലോകകപ്പിൽ മാത്രമല്ല, ഇന്ത്യക്ക് രാജ്യാന്തര 2020 ഏറ്റവും മോശം റെക്കോർഡുള്ള ടീം ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ശ്രമം. ഈ 4 മത്സരങ്ങളിലും മക്കല്ലമായിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ. ഇതിൽ 3ലും മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. അതുകൊണ്ട് മക്കല്ലം വലിയൊരു ഫാക്ടറാണ് ഈ മത്സരത്തിൽ. മക്കല്ലം ഇല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഫാക്ടറാണ്. മക്കല്ലത്തിൻ്റെ അഭാവത്തിൽ ഏത് ന്യൂസിലൻഡ് താരം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു എന്നുള്ളതായിരിക്കും നിർണായകം. മക്കല്ലം ഈ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി കൊണ്ടുകൂടി വ്യത്യസ്തനായിരുന്നു. നമുക്കറിയാം ന്യൂസിലൻഡ് എന്ന് പറയുന്നൊരു ശരാശരി ടീമിനെ ലോകകപ്പ് ഫൈനലിലേക്ക് എത്തിച്ചത് അദ്ദേഹം നൽകിയൊരു ആത്മവിശ്വാസം കാരണമാണ്. അതുകൊണ്ട് ആ നിലയിൽ മക്കല്ലത്തിൻ്റെ അഭാവം, മക്കല്ലം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ന്യൂസിലൻഡ് അതിജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആദ്യ പരീക്ഷണശാലയാണ് ഈ ലോകകപ്പ്. അത് തീർച്ചയായും അവർക്ക് നിർണായകമാണ്. മക്കല്ലത്തിന് പകരം വെക്കാൻ കഴിവുള്ള മാർട്ടിൻ ഗപ്റ്റിലായാലും കോളിൻ മെൻറോ ആയാലും കോറെ ആൻഡേഴ്സൺ ആയാലും ബാറ്റിങ്ങിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്ക്. കാരണം ഇതിനു മുൻപ് ഉള്ള ഇന്ത്യ ന്യൂസിലൻഡ് മത്സരങ്ങൾ നോക്കിയാലും ഇന്ത്യക്ക് ഈ താരങ്ങൾ വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. 2020 ലോകകപ്പിൻ്റെ വിശേഷങ്ങളും വിലയിരുത്തലുകളും വരും ദിവസങ്ങളും തുടരും. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ 2020 ലോകകപ്പ് പ്രത്യേക വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.asianetnews.tv/worldT20. നന്ദി.